കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തുള്ള കോർപ്പറേറ്റ് 360 എന്ന സോഫ്റ്റ്വെയർ കമ്പനി. ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണയായി നമ്മൾ കാണുന്നത് സോഫ്റ്റ്വെയർ കമ്പനീസ് അല്ലെങ്കിൽ IT പാർക്കെല്ലാം വരുന്നത് കൊച്ചി, ബാംഗ്ലൂർ, ചെന്നൈ പോലുള്ള വൻ നഗരങ്ങളിലാണ്. എന്നാൽ അവയിൽ നിന്ന് വ്യത്യസ്തമായി പത്തനാപുരം പോലെയുള്ള ഒരു സാധാരണ പ്രദേശത്ത് ആദ്യമായി ഒരു സോഫ്റ്റ്വെയർ കമ്പനി വരുന്നു. അത് വിത്തിൻ മന്ത്സ്, ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ ഒരു പ്രൈവറ്റ് IT പാർക്കായി വികസിക്കാനിരിക്കുന്നു. അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ഈ ഒരു IT പാർക്ക് ആരംഭിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീ ജീവനക്കാരെയാണ് ഇവർ ഇവിടെ അവരുടെ ജോലികൾ ചെയ്യാനായി ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു സാമൂഹ്യ സേവനം എന്ന നിലയ്ക്ക് കൂടി തന്നെ കോർപ്പറേറ്റ് 360 ശ്രദ്ധേയമാകുന്നുണ്ട്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കോർപ്പറേറ്റ് 360 ഒരു ബിഗ് ഡേറ്റ സ്റ്റാർട്ടപ്പ് IT കമ്പനിയാണ്. 2013 നവംബർ 14 5 പേരെ വെച്ച് പത്തനാപുരത്ത് എന്ന റൂറൽ ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്ത കേരളത്തിലെ തന്നെ ആദ്യത്തെ IT കമ്പനിയാണ്. ഇപ്പം 2 വർഷം പിന്നിട്ടപ്പോൾ ഏകദേശം 35 എംപ്ലോയീസുമായി കോർപ്പറേറ്റ് 360 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത 2 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ റൂറൽ IT പാർക്കായിട്ട് സ്വന്തമായിട്ട് റൂറൽ IT പാർക്കായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പനിയാണ്. 2 മാസം കഴിയുമ്പോൾ നമ്മുടെ പത്തനാപുരത്ത് കോർപ്പറേറ്റ് ആയിട്ടുള്ള ഓണായിട്ട് തന്നെയുള്ള ഒരു IT പാർക്കിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ ഏകദേശം ഇനാഗുറേഷൻ നടത്തുവാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുകയാണ്. പിന്നെ പത്തനാപുരം എന്ന റൂറൽ ഏരിയയിൽ ഇത്രയും 35 പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയും സോഷ്യലി ഇമ്പാക്റ്റ്, അതായത് പാടമെന്ന് പറഞ്ഞൊരു വില്ലേജിൽ കോർപ്പറേറ്റ് 360 തന്നെ അവിടെ പോയിട്ട് ആ വില്ലേജിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ഒരു ആംബുലൻസ് മേടിച്ച് നൽകുകയും പിന്നെ അവിടുത്തെ സ്കൂളിൽ നിന്ന് മലയോര പ്രദേശമായ പാടത്ത് ബസ്സില്ലാതെ നടന്ന് വരുന്ന കുറേ കുട്ടികൾക്ക് വേണ്ടി ഒരു സൗജന്യ സ്കൂൾ ബസ് സർവീസ് കോർപ്പറേറ്റ് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. പിന്നെ അവിടെ തന്നെ ഒരു 4 വീടുകൾ പിന്നെ കുട്ടികൾക്ക് പഠനമികമുള്ള കുട്ടികളെ കണ്ടെത്തി നമ്മൾ അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് അവരെ ജോലി കിട്ടത്തക്കതിൽ പ്രാപ്തരാകുന്ന ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ആയിട്ടുള്ളൊരിതും കോർപ്പറേറ്റ് 360 സമൂഹത്തിന് വേണ്ടി ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ഹായ്, ഞാൻ നീതു. ഞാൻ ഇവിടെ കോർപ്പറേറ്റ് 360-ൽ ടീം മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ വന്നിട്ടിപ്പോൾ 1 ഇയർ കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് മന്ത് ആയിരുന്നു എൻ്റെ 1 ഇയർ കംപ്ലീഷൻ. സോ ഞാനൊരു ട്രെയിനി ആയിട്ടാണ് ഇവിടെ വരുന്നത്. ബട്ട് ഈ 1 ഇയർ കൊണ്ട് തന്നെ എനിക്ക് പല റോൾസ് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞു. സോ അത് തന്നെയാണ് കോർപ്പറേറ്റ് 360 പോലെ ഒരു സ്റ്റാർട്ടപ്പിന് ഒരു എംപ്ലോയി എന്ന നിലയ്ക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് 360-ൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിഗ് ഡേറ്റ സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ഇവിടെ നമ്മൾ സാസ് ബേസ്ഡ് മാർക്കറ്റിംഗ് ഡേറ്റ സോഫ്റ്റ്വെയർസാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടൊരു റിസർച്ച് ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടെ വരുന്ന ഓരോ എംപ്ലോയീസിനും അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവരുടെ സ്കിൽസ് അവർ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്കിൽസ് ആയിരിക്കില്ല ഒരിക്കലും അവരിവിടുന്ന് പോകുമ്പോൾ അവർക്ക് ഒപ്പം ഉണ്ടാവുന്നത്. സോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. എൻ്റെ പേര് അച്ചു വർഗീസ്. ഞാനിവിടെ IT മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞങ്ങളിവിടെ 35 മെമ്പേഴ്സ് ഉണ്ട്. കൂടുതലും ഗേൾസാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നല്ലൊരു ഹാപ്പി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഞങ്ങൾ ജോബിൽ ഉള്ളത്. ഞങ്ങളിവിടെ B2B മാർക്കറ്റിംഗ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ക്ലയൻസിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻസ് ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്. Hi, myself Shiny Thomas. I am working as an IT researcher here.
ഞാൻ ഇതിനു മുമ്പ് ഒരു IT ഫേമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് ചെന്നൈയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും അവർ ഇതിനെപ്പറ്റി കൂടുതലായി പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഐ ഫൗണ്ട് ഇറ്റ് വെരി എക്സൈറ്റിംഗ്. റൂറൽ ഏരിയയിൽ ഒരു IT ഫേം ദാറ്റ് വാസ് വെരി എക്സൈറ്റിംഗ് ഫോർ മീ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് വന്നു. ഇറ്റ് വാസ് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ഹോംലി ഫീലിംഗ് ആയിരുന്നു. ആസ് എ ഗേൾ ഞാൻ ആഗ്രഹിക്കുന്ന കൂടുതലായിട്ട് പീസ്ഫുൾ ആയിട്ടും നമ്മൾക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പം ഇവിടെ ചെറിയൊരു ഫേം ആയിട്ട് കൂടെ എനിക്ക് കൂടുതലായിട്ട് അത് എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തനിയെ ഇവിടെ ടൂൾസ് കണ്ടുപിടിക്കാനായിട്ട് അതിനെ എൻകറേജ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റിനാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. മെട്രോയിൽ താമസിക്കുമ്പോൾ ചുമ്മാ കാശ് കളയാ, എങ്ങനെ കാശ് പോകുന്നതെന്ന് അറിയത്തില്ല, അതുപോലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കിന് സംതിങ് നമ്മൾക്ക് എന്തെങ്കിലും നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് 360 വുമൺ എംപവർമെൻറ്റിന് വേണ്ടി മുൻതൂക്കം കൊടുത്ത് ഈ റൂറൽ ഏരിയയിലുള്ള വുമൺസിന് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് വെളിയിൽ പോയി ജോലി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അടുത്തുള്ള കുട്ടികളെ വുമൺ എംപവർമെൻറ്റിന് വേണ്ടി നമ്മൾ ഊന്നൽ നൽകി കുട്ടികൾ ഒരു 70% പെൺകുട്ടികൾക്ക് ജോലി നൽകിക്കൊണ്ട് പത്തനാപുരത്ത് സ്റ്റാർട്ട് ചെയ്തൊരു സ്റ്റാർട്ടപ്പ് കമ്പനി കൂടിയാണ്. കോർപ്പറേറ്റ് 360 ഹെഡ്ക്വാർട്ടേഴ്സ് സിംഗപ്പൂരിലാണ്. ഇതിന് ബ്രാഞ്ചസ് മനില, ഫിലിപ്പീൻസ്, US, UK എന്നിങ്ങനെ 4 കൺട്രികൾ വ്യാപിച്ചിരിക്കുകയാണ്. ഇതിന് നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയുടെ സപ്പോർട്ടിംഗ് ആണ് നമ്മൾ പത്തനാപുരത്ത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന നമ്മൾ സപ്പോർട്ടിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തൊരു വർഷത്തിനുള്ളിൽ പത്തനാപുരം റൂറൽ വില്ലേജിൽ 100 എംപ്ലോയ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം കോർപ്പറേറ്റ് 360 കൊണ്ട് അത് ഇപ്പം ജൂൺ മുതൽ അതിൻ്റെ എല്ലാ ഇതും പുതിയ ഓഫീസ് വരുന്നതോടുകൂടി അതിൻ്റെ എല്ലാ ഇതും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തുള്ള കോർപ്പറേറ്റ് 360 എന്ന സ്ഥാപനത്തെയാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്. പത്തനാപുരത്ത് ഇനിയും സ്ത്രീകൾക്കും സാധാരണക്കാർക്കുമായി ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം എന്ന് തന്നെയാണ് കോർപ്പറേറ്റ് 360യുടെ ആഗ്രഹവും. എന്തായാലും വലിയ ഒരു IT പാർക്കായി വളരാൻ കോർപ്പറേറ്റ് 360ക്ക് കഴിയട്ടെ. ഇനിയും ധാരാളം സ്ത്രീകൾക്കും സാധാരണക്കാർക്കുമെല്ലാം തൊഴിൽ നൽകാനും സാധിക്കട്ടെ എന്ന് TV ന്യൂവും ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നമസ്കാരം.